ഔ അദീബൻ തുഫർരിജു ബിഹി, ഔ അദീബൻ അല്ലെങ്കിൽ ഞാൻ ആരന്വേഷിക്കാൻ തുടങ്ങി ഒരു സാഹിത്യകാരനെ, തുഫർരിജു റുയതുഹു അവൻ്റെ കാഴ്ച ഉമ്മത്തി എൻ്റെ മനസ്താപത്തിനകറ്റും, അവൻ്റെ കാഴ്ച അവനെ കാണൽ എൻ്റെ മനസ്താപത്തിനകറ്റും. വ തുർവി റിവായത്തുഹു ഉല്ലത്തി അവൻ്റെ റിവായത്ത് അവൻ്റെ അധ്യാപനം അവൻ്റെ അവതരണം എൻ്റെ ദാഹം തീർക്കും. ഉണ്ടോ? തുർവി കൊല്ലത്തി, കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഷിദ്ദത്തുൽ അതശ് എന്നാണ്. ഉണ്ടോ? കൊല്ല ഫുലാൻ ഫഹുവ ഖലീലുൻ ഷദീദുൽ അതശി എന്നാണ്. കൊല്ലത്ത്, കൊല്ലക്ക് ഒരുപാട് അർത്ഥമുണ്ട്. കൊല്ലക്ക് എന്തർത്ഥമുണ്ട്? വഞ്ചിച്ചു എന്നർത്ഥമുണ്ട് ഇല്ലേ? കൊലൂര്, വനീമത്തിൽ വഞ്ചിക്കണേന്ന് പറയാൻ കൊലൂര് അറിയില്ലേ അല്ലേ? പിന്നെ കുടുക്ക് ചങ്ങല വെക്കണേന് അതിന് പറയും കൊല്ല, മകളൂര്, കുടുക്കി അങ്ങനെ കുടുക്കി അങ്ങനെയൊക്കെ. എതുല്ലാഹി മകളൂരത്ത് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കൈ കുടുക്ക് ചങ്ങല വെക്കപ്പെട്ടതാണ്. കുടുക്കി അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ തീക്ക് വെച്ചാണ്ട് പെടീക്ക് വെച്ചാണ്ട് ഒരു ഇരുമ്പോട്ട് ഇങ്ങനെ ഉണ്ട്, ഇരുമ്പ് വളയം കൊണ്ട് ഇങ്ങനെ തലതാത്താനൊന്നും പറ്റില്ല. അതിനാണ് എന്ത് പറഞ്ഞത്? ഇവിടെ അതൊന്നും അല്ല അർത്ഥം. ഇവിടെ അർത്ഥം എന്താണ്? കൊല്ല റജുലു ഇദസ്തദഅതശുഹു ഫഹുവ ഖലീലുൻ വബിഹി ഖുല്ലത്തുൻ. അപ്പോൾ എന്താണ്? എൻ്റെ ദാഹം അവൻ്റെ റിവായത്തും ചെയ്യും, എൻ്റെ ദാഹത്തിനെ തീർക്കും. ഹത്താ അദ്ദത്തിനി ഖാതിമത്തുൽ മത്വാബ് ഹദത്തിനി ഫാത്തിഹത്തുൽ അൽത്വാബ് ഇലാ നാദിർ റഹീബ് മുഹ്തവിൻ അലാ ദിഹാമി വനഹീബ്. ഹത്താ അദ്ദത്തിനി എന്നെ കൂട്ടുന്നത് വരെ ഖാതിമത്തുൽ മത്വാബ് ചുറ്റിക്കറങ്ങലിൻ്റെ അവസാനം. ഉണ്ടോ? മത്വാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ മസ്തർ മീമിയാണ്, തവാഫിൻ്റെ വയനാക്കാണ്. ഖാതിമത്ത് എന്ന് പറഞ്ഞാൽ അവസാനം, ഫാത്തിഹത്ത് പറഞ്ഞാൽ ആരംഭം. ഫാത്തിഹത്തുൽ ഷെയ്, ഫാത്തിഹത്തുൽ ഖുർആൻ, ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ ആരംഭം അല്ലേ? ഖാതിമ എന്ന് പറഞ്ഞാൽ അവസാനം. അപ്പോൾ എൻ്റെ മത്താഫ് എൻ്റെ ചുറ്റിക്കറങ്ങലിൻ്റെ അവസാനം എന്നെ കൂട്ടി. വഹദത്തിനി എന്നെ എത്തിച്ചു. ഫാത്തിഹത്തുൽ അൽത്വാബ് അനുഗ്രഹങ്ങളുടെ ആരംഭം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ലുത്ഫ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. ഉണ്ടോ? അള്ളാഹു ലത്തീഫ്. അപ്പോൾ ആ ലുത്ഫിൻ്റെ എമ്മാണ് അൽത്താഫ്. അൽത്താഫ് പറഞ്ഞാൽ നിഅമ. അപ്പോൾ നിഅമത്തുകളുടെ ആരംഭം എന്നെ എത്തിച്ചു. എവിടേക്ക് എത്തിച്ചു? ഇലാ നാദിൻ റഹീബ് ഒരു വിശാലമായ സദസ്സിലേക്ക് എത്തിച്ചു. ഉണ്ടോ? റഹീബ് പറഞ്ഞാൽ എന്താ? വിശാലമായ അല്ലേ? റഹുബൽ മക്കാനു റുഹ്ബൻ വഹുവ റഹീബുൻ അല്ലേ? ബിമാ റഹുബത്ത് ഖുർആനിലെ അഖത്ത് അലൈഹിമുൽ അർളു ബിമാ റഹുബത്ത് ഭൂമി വിശാലമാണ് എന്നതിനോടുകൂടെ അവരെ മേൽ അത് കുടിച്ചായി. അതിനുള്ളതാണ് മർഹബ. റഹീബ് പറഞ്ഞാൽ മർഹബ എന്ന് പറയാമെന്ന്. മർഹബ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വിശാലമായ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഉണ്ടോ? വിശാലമായ സ്ഥലത്തെത്തി. അതൈത മർഹബൻ എന്ന് പറഞ്ഞാൽ അതൈത മർഹബൻ വിശാലമായ സ്ഥലത്ത് നീ എത്തിയിരിക്കുന്നു. അതായത് നിങ്ങൾ എത്തിയതായിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് വിശാലതയുള്ള സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് യാതൊരു നീക്കൂല എന്നാണ് പറയുന്നത്. മർഹബൻ അഖിലം വസഹില അതും എന്താണ്? റഹീബിൻ്റെ വാക്കാണ്. അഖിലം വസഹില എന്ന് പറഞ്ഞാൽ അസലെന്താ? സാദഫ്ത അഖിലൻ വാതൈത സഹില. നിങ്ങൾ ആരെ കണ്ടുമുട്ടിയിരിക്കുന്നു? നിങ്ങളുടെ അഹിരികാരെ കണ്ടുമുട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ നിങ്ങൾ അഹിരികാരാണ്. സാദഫ്ത സഹില നിങ്ങൾ ഒരു സഹിലായ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല സമതലമായ സ്ഥലം, നല്ല നിരപ്പായ സ്ഥലത്തെത്തിയിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രയാസമില്ല. അന്ത ഖദ് വസൽത ഫീ മക്കാനിൻ തസ്തനിസു ഫീഹി വലാ തസ്തൗഹിഷു. അതാണ് അഖിലം വസഹിലം എന്ന് പറഞ്ഞില്ല. അപ്പോൾ അഖിലം വസഹിലം മർഹബൻ എന്നൊക്കെ പറഞ്ഞത് തർഹീബിൻ്റെ വാക്കാണ്. ഒക്കെ തീന്നുള്ളതാണ്. പിന്നെ അബൂഹിലൈഹി ബി ഹാജത്തി ഔ അദീബൻ ഔ അപ്പം എന്താ പറഞ്ഞത്? ലാ നാദിൻ റഹീബ് മുഹ്തവിൻ അലാ സിഹാമി വനഹീബ്. മുഹ്തവിൻ ചുറ്റിയതായ, എന്തിൻ്റെ മേലിൽ ചുറ്റിയതായ? അലാ സിഹാമിൻ തിരക്ക്, തിക്കും തിരക്ക്. നഹീബ് പറഞ്ഞാൽ കരച്ചിലും. ആ സദസ്സ് എങ്ങനത്തെ സദസ്സാണ്? വിശാലമായൊരു സദസ്സ്. ആ സദസ്സിൽ ഉള്ള സദസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? അടുങ്ങോട്ട് തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനോടുകൂടെ പെരും കരച്ചിലും കരിയുണ്ട്.
അവിടെ അബുസൈദാണേ. അബുസൈദ് വയറുകറിയാണ്. എങ്ങനെ കറിയാതൊക്കെ. പിന്നെ മുഹത്തബിന്നതാ ഹാരിസ് ബിൻ ഹമ്മാം കണ്ട കാഴ്ചതാണ്. വിശാലമായൊരു സ്ഥലത്ത് ആൾക്കാരൊക്കെ നല്ല തിങ്ങിക്കൂടിയിരിക്കണ്. ഓലെന്താണ് കരയുന്നുണ്ട്, തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. എല്ലാവർക്കും എന്ത് ചെയ്യണം? വായുവിൻ്റെ അടുത്തെത്തണം. മുഹത്തബിൻ എന്ന് പറഞ്ഞാൽ മുഷ്തമിലി എന്ന് അതിൻ്റെ അർത്ഥം. ഹവാ യഹ്വി എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് കൂട്ടിയെന്ന് അല്ലേ? യഹ്തവാര അലാഖത എന്ന് പറഞ്ഞാൽ ചുറ്റിയെന്ന്. അപ്പം മുഹ്തബിൻ ചുറ്റിയതായ മുഷ്തമിലിൻ അലാ ദിഹാമിൻ തിക്കും തിരക്കും. നഹീബ് പറഞ്ഞാൽ കരച്ചിൽ ഉണ്ടോ? നഹബ യൻഹബു എന്ന് പറയാം, യൻഹിബു എന്ന് പറയാം. നഹീബ് എന്ന് പറഞ്ഞാൽ കരച്ചിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ വലജത്തു, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കടന്നു. ഗാബത്തൽ ജംഇ, കാട് പോലത്തെ ആ സദസ്സിലേക്ക് ഞാൻ കടന്നു. ഉണ്ടോ? ജംഇ എന്ന് പറഞ്ഞാൽ ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കൂട്ടം അല്ലേ? ഗാബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാട് അല്ലേ? ഗാബ പറഞ്ഞാൽ കാടല്ലേ? അപ്പോൾ ഗാബത്തുൽ ജംഇ പറഞ്ഞിടത്തുള്ള ഇളാഫത്ത് എന്ത് ഇളാഫത്താണ്? മുഷബ്ബഹ് ബീന മുഷബ്ബഹിലേക്കുള്ള ഇളാഫത്താണ് അല്ലേ? ദഅബുൽ അസീൽ ലുജൈനുൽ മാഹ് എന്നൊക്കെ പറഞ്ഞിടത്തുള്ള ഇളാഫത്ത് പോലെ. അപ്പോൾ എന്താണ്? ഗാബത്ത് കാട് പോലത്തതായിരിക്കുന്ന ആ സദസ്സിലേക്ക് ഞാൻ പ്രവേശിച്ചു. വലജരിയു ലൂജൻ. പിന്നെ ലി അസ്ബുറ മജ്ലബത്തദ്ദംഇ ലി അസ്ബുറ, ഞാൻ പരീക്ഷിച്ചറിയാൻ വേണ്ടി. മജ്ലബത്തദ്ദംഇ, ആ പിന്നെ കണ്ണുനീരിനെ വലിച്ചു കൂട്ടിയതായിരിക്കുന്ന കാര്യം. ഇവരിങ്ങനെ കണ്ണുനീരൊഴിക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ സദസ്സിക്ക്, ആ കാട് പോലത്തെ സദസ്സിക്കാണ് പ്രവേശിച്ചു. മജ്ലബ എന്ന് പറഞ്ഞാൽ ജലബ യജ്ലിബു എന്നുള്ള പിന്നെ എന്താണ്? വെർബ് മക്കാനാണ്. അപ്പോൾ ജലബ യജ്ലിബു ജൽബൻ, ജദബ യജ്ലിബു ജദ്ബൻ, ജബദ യജ്ബിദു ജദ്ബദൻ. ഒക്കെ ഒരു മാനാണ്. വലിച്ചു കൂട്ടി എന്നാണ്. അപ്പം ദമഇനെ വലിച്ചു കൂട്ടുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കരയാനുള്ള കാര്യം. ഈ ആൾക്കാർ കരയാനുള്ള കാരണം എന്താണ് എന്നറിയാൻ വേണ്ടി ആ കാട് പോലുള്ളതായിരിക്കുന്ന സദസ്സിലേക്ക് ഞാൻ പ്രവേശിച്ചു. ഉണ്ടോ? മജ്ലബ എന്ന് പറഞ്ഞാൽ നേരർത്ഥം എന്താണ്? ജൽബിൻ്റെ സ്ഥലം അല്ലേ? സിവാക്ക് മത്ഹറത്തുല്ലിൽ ഫമി മർദാത്തുല്ലിൽ റബ്ബി അല്ലേ? സിവാക്ക് എന്താണ്? ഫമിന് തഹാറത്തിൻ്റെ മഹല്ലാണ്, റബ്ബിൻ്റെ റിവായിൻ്റെ മഹല്ലാണ് എന്ന് പറഞ്ഞാൽ അത് രണ്ടിനും കാരണമാവുന്ന കാര്യമാണെന്നല്ലേ? എന്ന് പറഞ്ഞാൽ ഈ ദമഇന് കാരണമാവുന്ന കാര്യം എന്താണ്? ഫറഅയ്തു ഫീ ബുഹറത്തിൽ ഹൽഖതി ശഖ്സൻ ശഖ്തൽ ഖിൽഖ. ഫറഅയ്തു, അപ്പോൾ ഞാൻ കണ്ടു. ഫീ ബുഹറത്തിൽ ഹൽഖ, ആ ഹൽഖയുടെ മധ്യത്തിൽ ഞാൻ കണ്ടു. ബുഹറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വസത്ത് എന്നാണ്. ഉണ്ടോ? വസത്തും വസ്തുവും തമ്മിലുള്ള ഫർക്കറിയോ? നമുക്ക് വസ്തുവും വസത്തും തമ്മിലുള്ള ഫർക്കറിയോ? പല വസ്തുക്കളുടെ ഇടയിലാണെങ്കിൽ അവിടെ വസ്തു അറിയും, ഒരു വസ്തുവിൻ്റെ ഇടയിലാണെങ്കിൽ വസത്ത് അറിയും അല്ലേ? വസത്തു ദിറായിന് ഒരു സാധനമാണ്. അപ്പോൾ അവിടെ എന്താ പറയും? വസത്തു ദിറായി. ജലസദൈദുൻ വസ്തൽ ഖൗമി, അവിടെ വസ്തു അറിയും. അങ്ങനെ മുതഅദ്ദിദ് ആവുമ്പോൾ വസ്തു. അപ്പോൾ എന്താണ് ഇവിടെ? ഇപ്പോൾ ബുഹറ എന്ന് പറഞ്ഞാൽ വസ്തു എന്നുള്ള മാനാക്കാണ്. അപ്പോൾ എന്ത് ചെയ്തു? റഅയ്തു ഫീ ബുഹറത്തിൽ ഹൽഖ. ഹൽഖ എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള എല്ലാ സാധനത്തിനെ കൊണ്ട് ഹൽഖ എന്ന് പറയാം. ബാദിൻ്റെ വട്ടക്കണ്ണിക്ക് ഹൽഖ എന്ന് പറയും, ഹൽഖത്തുൽ ബാബ് അല്ലേ? ബിന്ദുവാരത്തിൻ്റെ വട്ടക്കണ്ണിക്ക് ഹൽഖത്തുൽ ദുബർ എന്ന് പറയും അല്ലേ? ദിക്റിന് വേണ്ടി, ദിക്റെല്ലാം വേണ്ടി ഒരുമിച്ച് കൂടിയതായിരിക്കുന്ന വട്ടത്തിനെ കൊണ്ട് പറയുമ്പോൾ ഹൽഖത്തുൽ ദിക്ർ എന്ന് പറയും. അവിടെയൊക്കെ ലാമിന് സുക്കൂന് കൊണ്ടാണ് പറയേണ്ടത്. ഹലഖ എന്നല്ല. ഹലഖ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഹാലിഖൻ്റെ ജമ്മാണെന്ന് തോന്നും. സാഹിർ, സഹറ, സാജിദ്, സജദ, താലിബ്, തലബ പറഞ്ഞാലേ
അപ്പോൾ ഹലക്കത്തു ദിക്കർ പറഞ്ഞാൽ ദിക്കറിനെ കളയണോ ചെയ്തു. ഹലക്കറിഞ്ഞ മുടി അളഞ്ഞു എന്നല്ലേ. അപ്പോൾ ഹലക്കത്തു ദിക്കർ പറഞ്ഞാൽ ദിക്കറിനെ മുടി അളിയനായിരിങ്ങനെ കളീനെ കൂട്ടിരുന്നത് ആയിപ്പോവും ഇല്ലേ. അപ്പോൾ ഹലക്ക എന്നല്ല പറയേണ്ടത്. പിന്നെ എങ്ങനെ പറയേണ്ടത്? ഹൽഖ. പിന്നെ ثم حلق في بحرة الحلقة شخصا شخت الخلقة. شخصا ഒരു വ്യക്തി. ഷഖ്തൽ ഖിൽഖത്തി ശരീരം മെലിഞ്ഞ ഒരു വ്യക്തി ഉണ്ടോ? ശരീരം മെലിഞ്ഞ ഒരു വ്യക്തി. ഖിൽഖ എന്നാൽ ശരീരം അല്ലേ. ഖൽഖ് എന്നും പറയാം, ഖിൽഖ എന്നൊക്കെ പറഞ്ഞാൽ ബദന് എന്നാണ് അതിൻ്റെ അർത്ഥം. ഷഖ്ത് എന്ന് പറഞ്ഞാൽ ദഖീഖ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഷഖ്തൽ ഖിൽഖത്തി ഒരു ഷഖ്സ്, ആ ഷഖ്സിൻ്റെ ഖിൽഖത്ത് അവൻ്റെ ബദൻ എന്താണ്? ദഖീഖ, നേര് മെലിഞ്ഞൊട്ടിയൊരു മനുഷ്യൻ. അലൈഹി ഉഹുബത്തു സിയാഹ. അയാളെ മേലെ അയാളുടെ ശരീരത്തിൽ എന്തുണ്ട്? സിയാഹത്തിൻ്റെ സാധന സാമഗ്രികളൊക്കെ ഉണ്ട്. സിയാഹത്ത് ഇങ്ങനെ ഔലിയാക്കന്മാരൊക്കെ പിന്നെ ഇങ്ങനെ നടക്കുന്ന ഭൂമിയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പോലെ എത്തുന്നുണ്ടാവും. ഒരു വടി ഉണ്ടാവും ഇല്ലേ, ഒരു മാറാപ്പ് ഉണ്ടാവും ഇല്ലേ, ഒരു തോൽപാത്രം ഉണ്ടാവും. ഇതൊക്കെ എന്തുണ്ട്? ഇയാളെ മേത്തുണ്ട്. അലൈഹി ഉഹ്ബത്തു സിയാഹ വഅലൈഹി വലഹു റന്നത്തു നിയാഹ. നിയാഹത്തിൻ്റെ ഏങ്ങലടി അത് അയാൾക്കുണ്ട്. നിയാഹത്ത് പറഞ്ഞാൽ അറിയില്ലേ, മരിച്ച ഒരു മയ്യത്ത് മരിച്ചാൽ ആ മയ്യത്തിൻ്റെ മേൽ വിലപിച്ച് കരയുന്നതിനാണ് നിയാഹത്ത് എന്ന് പറഞ്ഞത് അല്ലേ. അതുതന്നെയാണ് തുക്കില് എന്നും പറഞ്ഞത്. പക്ഷേ തുക്കില് എന്ന് പറഞ്ഞത് അത് സ്വന്തം ബാക്കിയുള്ളവർ മരിച്ചുമ്പോൾ, സ്വന്തം മക്കൾ മരിച്ചിട്ടോ ഭർത്താവ് മരിച്ചിട്ടോ ബാപ്പ മരിച്ചിട്ടോ പെണ്ണുങ്ങൾ കരയുന്നതിനാണ് എന്ന് പറഞ്ഞത് തുക്കില് എന്ന് പറഞ്ഞത്. അങ്ങനെ കരയുന്ന പെണ്ണിനെ പറ്റി സഖില എന്ന് പറയും. നേരെ മറിച്ച് കൂലിക്ക് വേണ്ടി കരയുന്ന ഒരാൾ മരിച്ചുമ്പോഴേ പഴയകാലത്തൊക്കെ മരിച്ചുമ്പോൾ പിന്നെ അയാളെ പിന്നെ മഹത്വങ്ങളൊക്കെ അങ്ങനെ വിളിച്ച് വാക്കഹുപാ വാ മലാദാ വാക്കബിദാ വാക്കതാ വാക്കതാ എന്ന് പറയാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ വിളിച്ചു. അതിന് ആ പരിപാടിക്ക് പോകണം. അതന്നെ ഒരു ബിസിനസ്സാക്കിയ പെണ്ണുങ്ങളുണ്ടാവും. ഓരെ വിളിച്ചു. അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ഈ മയ്യത്തിനോട് ചെയ്യുന്നതായിരിക്കുന്ന വലിയൊരു ഒരു അപമാനമായിട്ടാണ് അത് ഉണ്ട്. അപ്പോൾ അതിനാണ് എന്ത് പറഞ്ഞത്? നിയാഹത്ത് പറഞ്ഞത്. അങ്ങനെ കൂലിക്ക് അറിയുന്നതിനാണ് നിയാഹത്ത് പറഞ്ഞത്. നായഹത്ത് അങ്ങനെ കരയുന്ന പെണ്ണിനെ കൊണ്ട് നായഹത്ത് കറിയും അല്ലേ. അത് വമ്പിച്ച കുറ്റാണ് നിയാഹത്ത്. അപ്പോൾ ആ നിയാഹത്ത് നായഹ എന്ത് ചെയ്യുമ്പോൾ ഓക്ക് ഒരു ഇതൊന്നും ഉണ്ടാവില്ല, സങ്കടമൊന്നും ഉണ്ടാവില്ല. എന്നാലും സങ്കടം ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പോലും ഇങ്ങനെ ഏങ്ങും, ഇങ്ങനെ തേങ്ങും. ആ തേങ്ങലിനാണ് എന്ത് പറഞ്ഞത്? റന്നത്ത് എന്ന് പറഞ്ഞത്. പിന്നെ വലഹു റന്നത്തു നിയാഹ وهو يطبع الأشجاع بجواهر الأرض ويقرع الأسماع بزواجر وعظه. وهو يطبع الأشجاع. അവൻ പ്രാസമൊത്തതായിരിക്കുന്ന വാക്യങ്ങൾ ഇങ്ങനെ വാർത്തെടുക്കുന്നു. ബിജവാഹിരി ലഫ്ളിഹി. അവൻ്റെ ജവാഹിർ പോലുള്ള കൽക്കരട് പോലുള്ളതായിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് അവനെന്ത് ചെയ്യുന്നു? സജാത്തതായിരിക്കുന്ന പിന്നെ ഫിഖറകൾ ഇങ്ങനെ വാർത്തെടുക്കുന്നു. ഉണ്ടോ? സജ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, തൊട്ടടുത്ത വാക്യങ്ങളൊക്കെ ആഹിർ വക്കലിനെ കൊണ്ട് സജ എന്ന് പറയും. അങ്ങനെ പരസ്പരം ആഹ്റൊത്തതായിരിക്കുന്ന ഫിഖറകളെ കൊണ്ടും എന്ത് പറയും? പിന്നെ സജ എന്ന് പറയും. അതാണ് ഇവിടെ ഉദ്ദേശം. യത്ബാഉ എന്ന് പറഞ്ഞാൽ യസൂഖു, വാർത്തെടുക്കുന്നു. ഉണ്ടോ? യത്ബാഉൽ അസ്ജാഅ ബിജവാഹിരി വയഖറഉൽ അസ്മാഅ. കാതുകളെ അവൻ മുട്ടുന്നു. ബിസവാജിരി വഅദിഹി. വരമ്പി വലങ്ങുന്നതായിരിക്കുന്ന ഉപദേശം കൊണ്ട് അവൻ കാതുകളെ മുട്ടുന്നു. വഖദ് വഹാതത ബിഹി അഖ്ലാഖു സുമർ ഇഹാതതൽ ഹാലതി ബിൽ ഖമർ വൽ അക്മാമി ബിൽ സമർ. നാം യഖറഉ ഖറഅ യഖറഉ. ഖറഅ എന്ന് പറഞ്ഞാൽ മുട്ടി. ഉണ്ടോ? മിഖ്റാഅ ചുറ്റിയൊക്കെ എന്ന് പറയും, മിഖ്റാഅത്ത് പറയും. ഖിയാമനാളിനെ പറ്റി ഖാരിഅത്ത് എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ അഹ്വാല് ഷദായിദ് കൊണ്ട് എന്ത് ചെയ്യും? അത് എല്ലാ കാതുകളെയും
എല്ലാ ഹൃദയങ്ങളെയും എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യും? അത് മുട്ടും. അതുകൊണ്ട് ആ കാര്യത്ത് തന്നെ ഉണ്ടോ? ഖുറാ അത് വേറെ. പിന്നെന്താ പറഞ്ഞത്? ويقرع الأسماء بزوائر وقد أحاطت به أخلاق الزمر إحاطة الحالة بالقمر وقد أحاطت به അവനെ വലയം ചെയ്തിരിക്കുന്നു. അഖ്ലാഖുൽ സുമർ പല ജാതി മനുഷ്യന്മാർ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ആൾക്കൂട്ടം ഉണ്ടോ? എല്ലാവരും ഒരേ മാതിരിയല്ല. പണ്ഡിതന്മാരുണ്ട്, അതിൽ പാമരന്മാരുണ്ട്, മുതലാളിമാരുണ്ട്, സാധുക്കളുണ്ട്, വെളുത്തോലുണ്ട്, കറുത്തോലുണ്ട്, പല ആൾക്കാരുമുണ്ട്. അങ്ങനത്തെ അതിനാണ് അഖ്ലാത്ത് പറഞ്ഞത് കേട്ടോ. അഖ്ലാത്തുൽ ഖൗം എന്ന് പറഞ്ഞാൽ പല ജാതിക്കാരോട് കൂടിയതായിരിക്കുന്ന ജനത. അപ്പോൾ ജുംറത്തിൻ്റെ ജമ്മാണ്. അഖ്ലാത്തു സുമർ എന്ത് ചെയ്തിരിക്കുന്നു? അവനെ വലയം ചെയ്തിരിക്കുന്നു. എങ്ങനെ വലയം ചെയ്തു? ഇഹാത്തൽ ഹാലത്തി ബിൽ ഖമർ, ഹാല തെരികവട്ടം ഖമറിനെ വലയം ചെയ്തതുപോലെ ഉണ്ടോ? തെരികവട്ടം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ചിലപ്പോൾ ആകാശത്ത് ആ ചന്ദ്രൻ്റെ ചുറ്റും എന്തുണ്ടാവും? പ്രകാശ വലയം ഉണ്ടാവും അല്ലേ? ആ പ്രകാശ വലയത്തിനെ കൊണ്ടാണ് ഹാല എന്ന് പറയുന്നത്. ചിലപ്പോൾ സൂര്യൻ്റെ ചുറ്റും ഉണ്ടാവും. സൂര്യൻ്റെ ചുറ്റുമുള്ളതിന് തുഫാവ എന്നറിയാം. തുഫാവത്ത് കാണൽ വളരെ കുറവായി. കാരണം സൂര്യൻ്റെ പ്രകാശം വളരെ ചൂട് കൂടിയതായതുകൊണ്ട് മിക്കവാറും ബാഷ്പകണങ്ങൾ എന്ത് ചെയ്യും? അത് ബാഷ്പീകരിച്ച് വിടും. ചന്ദ്രന് അത്രമാത്രം പ്രകാശം ശക്തിയല്ലാത്തത് കൊണ്ട് ഈ സൂര്യൻ്റെ വട്ടത്തിനേക്കാൾ പ്രകാശവലയം എവിടെ കാണും? ഖമറിൻ്റെ ചുറ്റും കാണും. അപ്പോൾ ഏതുപോലെ ഈ ഖമറിനുണ്ടല്ലോ ഈ പ്രകാശവലയം തരികവട്ടം ചെറ്റിയതുപോലെ അവനെന്ത് ചെയ്തിരിക്കുന്നു? പല ജാതിക്കാരും കൂടിയതായിരിക്കുന്ന ആൾക്കൂട്ടം വലയം ചെയ്തിരിക്കുന്നു. വലഅക്മാമി ബിസമർ, അതുപോലെ അക്മാമ് സമറിനെ വലയം ചെയ്തതുപോലെ ഉണ്ടോ? അക്മാമ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിമ്മിൻ്റെ ജമ്മാണ്. കുമ്മ് പറഞ്ഞാൽ കുപ്പായ കൈ അല്ലേ? കിമ്മ് എന്ന് പറഞ്ഞാലോ പോണ്ടി ഉണ്ടോ? പോണ്ടി തെങ്ങുകൾ കണ്ടിട്ടില്ലേ? തെങ്ങിൻ്റെ കൊലങ്ങനട് വരുമ്പോൾ പിന്നെന്ത് ചെയ്യും? ആ കൊതുമ്പ് അങ്ങോട്ട് പൊട്ടിക്കാണ്ട് ആണ് ഇത് വരും അല്ലേ? അതിനെന്ത് പറയാം? ഈ കിമ്മ് കറി ഏത് ആ തെങ്ങിൻ്റെ ആ കൊതുമ്പിനെ കൊണ്ടേ അത് എന്തിനെ വലയം ചെയ്തിട്ടുണ്ടാവും? ഈ സമറിനെ പഴത്തിനെ വലയം ചെയ്തു. പഴം അതിൻ്റെ ഉള്ളിലല്ല ഉണ്ടാകുക അല്ലേ? അപ്പോൾ അക്മാമ് കിമ്മിൻ്റെ എമ്മാണ്. കിമ്മിൻ്റെ ആര നമ്മൾ പറഞ്ഞു. പിന്നെ അക്മാമ് സമർ അത് ഒരുപാട് സാധനത്തിന് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ പോണ്ടിയിലായിട്ടേക്കാറ് അതിൻ്റെ ഒരു ഇതിലായിട്ടേക്കാറ് ഓരോ റെയിലായിട്ടേക്കാറ് കണ്ട് വരുന്നത്. പിന്നെ ആ ഉറ പൊട്ടിക്കാണ്ടാണ് പഴം. ഈത്തപ്പന അങ്ങനെയാണ്, തെങ്ങ അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ദലഫ്തുയിലൈഹി, അപ്പം അവനെ കൊള്ള ഞാൻ മെല്ലെ അടുത്തു ഉണ്ടോ? ദലഫ എന്ന് പറഞ്ഞാൽ മെല്ലെ നടക്കണതിനാണ് ദലഫ എന്ന് പറയുക. ഏതുപോലെ വെച്ചാൽ കാലിൽ ചങ്ങലുള്ള ആൾ നടക്കൂലേ? കാലിലെ ചങ്ങലുള്ള ആൾ നടക്കണായിരി, അല്ലെങ്കിൽ വയസ്സായ ആൾ നടക്കണായിരി, അങ്ങനെയുള്ള ആ മെല്ലുള്ള നടത്തത്തിനാണ് ദലഫ യദ്ലിഫു, ദുലൂഫൻ, ദലഫാനൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മെല്ലെ നടന്നു. അപ്പം ഞാൻ വല്ലേ നടക്കാൻ കഴിയുള്ളൂ. ആൾക്കാരെല്ലാം പാട്ട കൂടിക്കല്ലേ, അപ്പം വേണ്ടിയെല്ലാം കഴിയോ? അപ്പോൾ അതവിടെ ദലഫ്തു പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു? ദലഫ്തു ഇലൈഹി, അവനിലേക്ക് ഞാൻ മെല്ലെ നടന്നു. ലിഅഖ്തബിസ, ഞാൻ മിൻ ഫവായിദിഹി, അവൻ്റെ ഫവായിദിൽ നിന്ന് ഞാൻ ഇഖ്തിബാസ് ചെയ്യാൻ വേണ്ടി ഉണ്ടോ? ഇഖ്തിബാസ് പറഞ്ഞാൽ എന്താ? അല്ല, ഖബസ് പറഞ്ഞതാണ്. ഖബസ് എന്ന് പറഞ്ഞാൽ തീജ്വാല.
തീ എടുക്കണതിനാണ് ശരിക്കും ഇഖ്തിബാസ് എന്ന് പറയാം അല്ലേ. ഇവിടെ കുറേ തീയുണ്ട്, നമുക്ക് തീയിന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഓലക്കൊടിയും ചെയ്യും, അല്ലെങ്കിൽ പിന്നെ നമ്മളെ തുണിക്കഷ്ണമൊക്കെ ഇങ്ങനെ ചുരുട്ടിക്കാണ്ട് ഇതാക്കിക്കാണ്ട് പിരിച്ചാണ്ട് അതിന് തീ എടുക്കും അല്ലേ. എന്നിട്ട് ആ തീയാണ്ട് വേറെ എടുക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതിനാണ് ചേർന്ന് ഇഖ്തിബാസ് തന്നെ. ഖബസ് എന്നുള്ളതാണ് ഇഖ്തിബാസ്. അപ്പോൾ തീ എടുക്കുക. അപ്പോൾ ലിയാഖത്തബിസ. അപ്പോൾ അദ്ദേഹത്തിന് പറയുന്നതായ ആ വാഴിന്ന് പറയുന്നതായിരിക്കുന്ന ഫായിദകളെ എന്തിനോട് തശ്ബീഹാക്കിയതാണ്? തീനാളത്തിനോട് തശ്ബീഹാക്കിയതാണ്. ലിയാഖത്തബിസ ഫവായിദിഹി. ഖുർആനും ഹദീസും ഒക്കെ നമ്മളെ സംസാരത്തിൽ പിന്നെ ഖുർആനാണ് ഹദീസാണെന്ന് അറിയിക്കാതെ ഉൾപ്പെടുത്തുന്നതിന് ഇഖ്തിബാസ് അറിയും. ലിയഖ്തബിസ ഫവായിദിഹി വാൽതഖിത, ഞാൻ പൊറുക്കിയെടുക്കാൻ വേണ്ടിയും ഫറായിദിഹി, അവൻ്റെ ചില ഒറ്റമുത്തുകളെ ഉണ്ടോ. ഫറായിദ് എന്ന് പറഞ്ഞാൽ ഫരീദത്തിൻ്റെ ആണ്. ഫരീദത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റമുത്ത്, ഒരു ചെപ്പിൻ്റെ ഉള്ളിൽ ഒരു മുത്ത് മാത്രമുള്ള മുത്തിനാണ് എന്ന് പറഞ്ഞാൽ ഫരീദത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടോ. മുത്തുണ്ടായാലെങ്ങനെ നിങ്ങൾക്ക് അറിയോ? എങ്ങനെ മുത്തുണ്ടായാൽ? മഴ പെയ്യുമ്പോൾ ഈ പിന്നെ സമുദ്രത്തിൻ്റെ അടിയിലുള്ള ഒരു തരം എരുന്ത് പറഞ്ഞാൽ അറിയോ? ആ എരുന്തുകൾ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? വായ വളച്ചിങ്ങനെ വെക്കും. ആ വെള്ളം ഈ ഇതിൻ്റെ ഉള്ളിലുണ്ട് ആയാൽ അതാണ് കൂടും, ആ വായ അടക്കും. എന്നിട്ട് അല്ലാഹു തആല എന്ത് ചെയ്യും? ആ ചിപ്പിൻ്റെ ഉള്ളിൽ ഈ വെള്ളം എന്താക്കി മറിക്കും? മുത്താക്കി മറിക്കും. അപ്പം ചിലപ്പം ഈ വെള്ളം മുഴുവൻ ഒരു മുത്തായിട്ട് പടച്ചിട്ടുണ്ടാവും, ചിലത് അതുകൊണ്ട് പല മുത്ത് പടച്ചിട്ടുണ്ടാവും. അപ്പോൾ പല മുത്താവുമ്പം അതിൻ്റെ ഗുണവും അതിൻ്റെ ശോഭയും അതിൻ്റെ ഇതും സൗന്ദര്യമൊക്കെ കുറയും. ഒരു ചിപ്പിൽ ഒരു മുത്ത് മാത്രമാകുമ്പോൾ എന്ത് ചെയ്യും? ഇല്ല സാറേക്കാം. അതാണ് ഒറ്റമുത്ത്. നോക്കിയാണെങ്കിൽ പിന്നെ ആ വെള്ളം തന്നെ ഒരു കാഞ്ഞിയത്തിൻ്റെ മറ്റു മഴ ചെയ്താൽ അത് കയ്പ് നീരായി മാറി. ആളുകൾ പറയുന്നുണ്ട് ഇത് പിന്നെ സർപ്പം വായ തുറന്നാൽ ആ വെള്ളം ചെയ്യും, സർപ്പത്തിൻ്റെ ഉള്ളിലായാൽ അത് വിഷമായി മാറും. ഒക്കെ സാധനം തന്നെ. അതുകൊണ്ടാണല്ലോ ഇൽമിനെ പറ്റി കൽബ് ശുദ്ധിയില്ലാത്തവൻ്റെ കൽബ് ശുദ്ധിയില്ലാത്തവൻ ഇൽമ അടിച്ചാൽ നീക്കാറോ ഇൽമ വിഷയിക്കാറോ. കൽബ് ശുദ്ധിയുള്ളവനെ ഇൽമ അടിച്ചാൽ നീക്കാറോ അത് അമൃതയിക്കാറ്. സംഗതിയൊക്കെ ഒന്ന് തന്നെ, ഇൽമന്നെ. അപ്പോൾ എന്താ പറഞ്ഞത്? ഫറായിദ് കേട്ടോ, ഒറ്റമുത്ത്. والتقط بعض فرائده فسمعته يقول حين خب في مجاله وهدرت شقاشق ارتجاله. അടുന്നോട്ടെ, അടുത്ത ആഴ്ച കൊണ്ട് ഇൻഷാ അല്ലാഹ് തീർക്കും. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി